സജോ ദേവസ്യ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, പ്രതിപക്ഷം വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ MDMA കേസിൽ പ്രതിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം എന്ത് എന്നത് വ്യക്തമാക്കണം. ഇദ്ദേഹത്തിന് വി.ഡി. സതീശനുമായുള്ള ബന്ധം, വി.ഡി. സതീശന്റെ ഓഫീസുകളിൽ, വീട്ടിൽ ഒക്കെ ഇദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന ബന്ധം എന്താണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത് പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രാദേശികമായ തലത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ചുമതലകൾ, ഇതൊക്കെ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. മാധു, മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ആരാണ് ഹുസൈൻ? ഇദ്ദേഹം ഒരു പ്രാദേശിക കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതിനും അപ്പുറത്തേക്ക് പക്ഷേ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സ്വതന്ത്രമായ ആക്സസ് ലഭ്യമായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ആക്സസ് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ധാരാളം കോൺഗ്രസ്സുകാരുള്ള എറണാകുളം ജില്ലയിൽ നിന്ന് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും ആക്സസ് ലഭിക്കണമെങ്കിൽ വലിയ അടുപ്പം പുലർത്തിയിട്ടുണ്ടാകണമല്ലോ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ, പറവൂരിലെ MLA ഓഫീസിൽ, അദ്ദേഹത്തിന്റെ വസതിയിൽ, അത് നിയമസഭയിലെ ഓഫീസിൽ എന്ന് തുടങ്ങി അങ്ങനെ ഔദ്യോഗികമായതും അനൗദ്യോഗികമായതുമായൊക്കെ ഇടങ്ങളിൽ വളരെ സ്വതന്ത്രമായ ഒരു ആക്സസ് ലഭ്യമായ, അല്ലെങ്കിൽ ഇടം ലഭ്യമായ ഒരാളാണ് ഹുസൈൻ. അങ്ങനെയെങ്കിൽ അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിനോട് ഉള്ള ആ അടുപ്പം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവയിൽ മിക്കതും സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഹുസൈൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ബന്ധം നിഷേധിക്കുക, നിരാകരിക്കുക എന്നത് പ്രായോഗികമാകില്ല. ഹുസൈൻ്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദർശനവും അടുപ്പവും ഒക്കെ ഈ ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ തെളിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ ഇയാൾ മറയാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ഇതുകൂടാതെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഇടം കിട്ടാൻ പോകുന്നു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് മുൻപ് നിഷേധിക്കപ്പെടാത്തത് എന്നതിന് ഉത്തരം വേണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഹുസൈൻ വലിയകുളത്തെ, അതായത് പെരുമ്പാവൂരിന് അടുത്ത വലിയകുളം എന്ന് പറയുന്ന സ്ഥലത്ത്, വലിയകുളത്തിന്റെ തൊട്ടടുത്തുള്ള പൂമല, ഇത് ഉൾപ്പെടുന്ന മേഖലകളിലെ പ്രാദേശിക നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ പഞ്ചായത്തിലെ, വെങ്ങോല പഞ്ചായത്തിലെ ഈ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് പ്രാദേശിക പ്രചാരണ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുണ്ട്. പുതുയുഗ യാത്രയിൽ പല സ്ഥലങ്ങളിലും ഇന്നത്തെ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ പലയിടങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലടക്കം സജീവമായി രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ രംഗത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ രംഗത്ത് ഇദ്ദേഹത്തിന്റെ ചുമതലകൾ എന്ത്, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ട, ഏറ്റവും അടുപ്പക്കാരൻ എന്ന ഒരാളാണ് MDMA കേസിൽ അകത്തായിരിക്കുന്നത് എന്ന കാര്യം ഇവിടെ വസ്തുതയായി മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്ന പ്രതിപക്ഷ വിമർശനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുമാത്രമല്ല, ഈ സാധ്യതയെ ഏതെല്ലാം നിലയ്ക്ക് ദുരുപയോഗിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. അപ്പോൾ സമ്പൂർണ്ണമായി മൗനം പാലിച്ചുകൊണ്ടോ, അതല്ല കോൺഗ്രസുമായി ബന്ധമില്ലെന്നോ താനുമായി അടുപ്പമില്ലെന്നോ പറഞ്ഞുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്ക് ഒഴിയാൻ കഴിയില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും പരിച മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും ഈ കാര്യത്തിൽ എടുക്കേണ്ടതായി വരും. എന്തായാലും ഈ കാര്യം വിശദീകരിക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. അത് CPM-ന്റെ ടോപ്പ് ലീഡർഷിപ്പ് മുതൽ പ്രാദേശിക നേതൃത്വം വരെ ഇടതു മുന്നണി ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസായി ഇതിനെ കാണേണ്ടി വരും. കാരണം ഇത്രയും മുഖ്യമന്ത്രിയുമായി ഇങ്ങനെ അടുപ്പം, അതായത് അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് ആക്സസ് ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത സൗഹൃദം പുലർത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമായാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇത്രയും സംഘടനാ രംഗത്തും വ്യക്തിപരമായും ഒക്കെ അടുപ്പം പുലർത്തിപ്പോന്ന ഈ വ്യക്തി മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകും. ഒപ്പം ഈ സംഘത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിപുലമായ അന്വേഷണം വേണം എന്നൊരാവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്നുണ്ട്. കാരണം ഇത്രയും തുറന്നു തന്നെ, പബ്ലിക്കായി തന്നെ ഈ അടുപ്പത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഹുസൈൻ ഇരുന്നത്. അതിനിടെയാണ് ഇങ്ങനെ പിടിയിലാകുന്നത്. അപ്പോൾ ഇതിന്റെ മുൻ പശ്ചാത്തലം, ആ കേസുകളുടെ തുടർച്ച, മുൻപ് ഏതൊക്കെ രൂപത്തിൽ ഇതിന്റെ റൂട്ട്, ഇത് എവിടെ നിന്ന് വന്നു, ആരാണ് ഇതിന്റെ ഈ ഡ്രഗ്സ് ഇവർക്ക് എത്തിച്ചു നൽകിയാൽ എന്ന് തുടങ്ങി എന്തെങ്കിലും ഈ ഭരണപരമായ
നേതൃതലത്തിലൊക്കെയുള്ള ഈ അടുപ്പം മറ്റേതെങ്കിലും തരത്തിൽ ദുരുപയോഗിച്ചിട്ടുണ്ടോ, അത് മറയാക്കിയിട്ടുണ്ടോ, ഇങ്ങനെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ മറുപടി വേണം. ഇന്ന് പ്രത്യേകാലിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, നിമിഷങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളെ കാണും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതേണ്ടത് ഉടൻ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമോ എന്നതാണ് അറിയേണ്ടത്.